യേശുവിൽ പ്രിയപ്പെട്ടവരെ, ആഴമായ വിശ്വാസത്തോടെ ജനക്കൂട്ടത്തിനിടയിലൂടെ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചുകൊണ്ട് രക്തസ്രാവക്കാരി സ്ത്രീ സൗഖ്യം നേടി. ഈ സ്പർശനം ഈശോ തിരിച്ചറിഞ്ഞത് എങ്ങനെയാണെന്ന് മർക്കോസിൻ്റെയും ലൂക്കായുടെയും സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്നാണ്. നമ്മളിൽ നിന്ന് എല്ലാവരിൽ നിന്ന് ശക്തി അല്ലെങ്കിൽ ഊർജം പുറപ്പെടുന്നുണ്ട്. അത് മറ്റുള്ളവരെ വളർത്തുന്നതാണോ തളർത്തുന്നതാണോ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതാണോ അതോ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നതാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. യേശുവിൽ നിന്ന് പുറപ്പെട്ട ശക്തി അന്നും ഇന്നും എല്ലാവർക്കും ഊർജം പകരുന്ന, ശക്തി പകരുന്ന, ജീവൻ പകരുന്ന ഒന്നാണ്. ചിലരെ പറ്റി പറയാറുണ്ട്, സമൂഹത്തിലേക്ക് അവർ വരുമ്പം എല്ലാവർക്കും ഭയങ്കര എനർജിയാണ്, എല്ലാവർക്കും സന്തോഷമാണ്. ചിലരെ പറ്റി പറയും, അവർ സമൂഹത്തിൽ നിന്ന് മാറി നിന്നാൽ അവിടെ സന്തോഷമുണ്ട് എന്ന്. നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ഊർജം മറ്റുള്ളവർക്ക് പോസിറ്റീവ് എനർജിയാണോ അതോ നെഗറ്റീവ് എനർജിയാണോ കൊടുക്കുക എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് ചോദിക്കാം, എൻ്റെ സാന്നിധ്യം എങ്ങനെയാണ് എന്ന്. അവർ പറയുന്ന ഉത്തരം സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുക. പോസിറ്റീവ് എനർജി നമുക്കുണ്ടാകണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.